സ്റ്റേറ്റിലെ 10th മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോളിഡ്സ്. സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ വരുന്ന SSLC എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സോൾവ് ചെയ്യുന്നത്. സോ ഈ ചോദ്യത്തിൽ നമ്മളൊരു സെക്ടറിനെ നമ്മളൊരു കോണായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കോണിന്റെ സ്ലാൻ ഹൈറ്റ്, ബേസ് റേഡിയസ്, ഹൈറ്റ് എന്താണെന്നുള്ളതാണ്. സോ നമ്മളൊരു സെക്ടറിനെ കോണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെക്ടറിന്റെ റേഡിയസ് നമ്മുടെ കോണിന്റെ സ്ലാൻ ഹൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് നമ്മുടെ കോണിന്റെ ബേസ് പെരിമീറ്റർ ആയിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് നമ്മുടെ കോണിന്റെ സ്ലാൻ ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണെന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും 216 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2π ഇൻറ്റു 15 ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മുടെ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് നമ്മുടെ കോണിന്റെ ബേസ് പെരിമീറ്ററിലേക്ക് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. സോ രണ്ട് ഇക്വേഷൻ രണ്ട് സൈഡിലും നമുക്ക് 2π ഉണ്ട് കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് R is equal to 216 divided by 360 into 15 എന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്കിവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. 15ഉം 360ഉം ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 24 വരുന്നുണ്ട്. ദെൻ 216 divided by 24 നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ 9 എന്ന് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആർ റേഡിയസിന്റെ വാല്യൂ ബേസ് റേഡിയസ് 9 സെന്റിമീറ്റർ ആണ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇനി ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാണ്. സോ നമ്മുടെ ഹൈറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് square root of 225 minus 81, that is square root of 144 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഹൈറ്റിന്റെ വാല്യൂ 12 സെന്റിമീറ്റർ ആണ് കിട്ടുന്നുണ്ട്. സോ നമുക്കിവിടെ ബേസ് റേഡിയസും സ്ലാൻ ഹൈറ്റും ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്.